ഇതാണ് നമ്മൾ സർപ്രൈസ് കൊടുത്ത ആ വീടിൻ്റെ മുറ്റം. അപ്പോൾ അന്ന് ആ വീഡിയോയിൽ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അന്ന് മുതലേ ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഈ വീട് ഇങ്ങനെ നല്ലായിരുന്നു ഗൈസ്. കല്യാണം പ്രമാണിച്ച് പെയിൻ്റൊക്കെ അടിച്ച് സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നത്തേക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. കാരണം എല്ലാവരും പ്രാർത്ഥനയുടെ വൈബിലായിരിക്കും. ഓക്കെ, എന്തായാലും കാണിക്കാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ജസ്റ്റ് കാണിച്ചു തരാം. ചുരുക്കം ചിലരായ ഇടയങ്ങളപ്പ അങ്ങയുടെ സാഹചര്യങ്ങളെയും അടിയങ്ങളുടെ കുടുംബാംഗങ്ങളെയും നടത്തിയ വിധങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാനായി അടിയങ്ങളുടെ പാദത്തിലേക്ക് കടന്നു വരുമ്പോൾ ബലഹീനരായ അടിയങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ പകരണമില്ല. പരിശുദ്ധമാവാം ദൈവമേ, അപ്പന്റെ വലിയ സാമീപ്യം കൊണ്ട് സാമുവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 10 വരെ. തന്റെ മകനെ ദൈവം അനുഗ്രഹിക്കാൻ ഇടയായി. കാരണം ദാവീദ് ദൈവാലയത്തിന് വേണ്ടി വളരെ ഭാരപ്പെട്ടു പ്രാർത്ഥിച്ചു. ദൈവം കൃപ നൽകി ശുശ്രൂഷയുടെ മധ്യ തിരുകൃപ മതി എനിക്ക് ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്. കുഞ്ഞിനോടും കുടുംബത്തോടും ആശിസിനോടും എല്ലാവരുടെ കുടുംബത്തോടും അവിടെ മടക്കയാത്രകളും ഇതിലേക്ക് മാറാം. ഗൈസ്, അങ്ങനെ പ്രെയർ കഴിഞ്ഞു. നമ്മളിവിടെ ഫുഡിൻ്റെ ക്രമീകരണങ്ങളിലാണ്. യെസ്, ഇതാണ് മേബൽ ആൻറ്റി. വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇയേഴ്സ് ആഫ്റ്റർ കല്യാണത്തിന് ബാക്കി വന്ന ഐസ്ക്രീമിന്റെ കോണും പുതിയതായിട്ട് വാങ്ങിയ വാനിലയുടെ മിൽമയുടെ വാനില ഐസ്ക്രീം. അതെ, ഫുഡ് കഴിച്ച ശേഷം എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. കഴിച്ചു കഴിഞ്ഞാ വീഡിയോ എടുക്കാൻ പറ്റില്ല. കഴിച്ചു കഴിഞ്ഞല്ലേ? ഓ, സെൻസസ് എടുക്കണ്ടേ? ചില കാര്യത്തിലൊന്നും ഇതൊന്നും അംഗീകരിച്ച് തരുന്നില്ല. ക്ലോസപ്പ് എടുക്കട്ട്. ചുമ്മാ അപ്പം ഇത് ഇല. ചേച്ചി ടാറ്റാ. ഇവിടെ വേറൊരു ക്യാമറ എന്റെ ഒളി കണ്ടിട്ട് ക്യാമറ എടുക്കുന്നില്ല, വീഡിയോ എടുക്കുന്നു. ചേച്ചി കൂടെ പയ്യാൽ എന്നെ കൊണ്ടുപോകില്ലല്ലോ. കരയൂ, ധൈര്യം ഉണ്ടെങ്കിൽ കരയൂ. ടാറ്റാ. അയ്യോ കൊണ്ടേയില്ലേ, വേണ്ടെന്ന് പറഞ്ഞ വാ, ഒരു ഐസ്ക്രീം കൂടെ തരാം. ഒപ്പോ മലക്കറി തിന്നുമ്പോ ചിപ്പി തോരനെന്ന്. അപ്പൊ ചിക്കൻ കഴിക്കാതെ മലക്കറി തോരൻ വെക്കണം. കഴിയുമ്പോ അറിയിക്കാം. ഇന്ന് രാത്രി ആക്ഷൻ എടുത്ത് എന്നെ കരയാ സംഭവിച്ചില്ല. ഞാൻ കുറച്ചു നേരം കരഞ്ഞോട്ടാ. എന്റെ ഭഗവതിയെ,
മുഖാമുഖം ഇരുവരും മുഖാമുഖം സംസാരിക്കുകയാണ് ഗൈസ്. ഈ മോനെന്തിനു പറഞ്ഞേ? അയ്യോ ചീ അഭിഷേ പണ്ടത്തെ പഠിച്ച് അങ്ങനെ അഭിഷ് തിരിച്ചു പോകാൻ പോവുകയാണ്. അടുത്ത പ്രാവശ്യം അഭിഷ് തിരിച്ചു വരുമ്പോൾ അഭിഷ് എവിടെ നിൽക്കും? നമ്മുടെ സുലൈമാൻ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി എല്ലാ ആഹാരവും കഴിഞ്ഞിട്ട് നമ്മളിതായപ്പം ഇനി ഇതും കൂടെ കഴിച്ചിട്ടേ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ സുലൈമാനി മുത്ത് ഓരോരോ പാത്രത്തിലാക്കി വെക്കുന്നതാണ്. ഗൈസ് നോക്കൂ, സമയം കണ്ടു, രാത്രി 11:10. ഫുഡെല്ലാം കഴിച്ച് ഐസ്ക്രീം കഴിച്ചിട്ട് ഇതായിപ്പം സുലൈമാനിലെത്തി. യെസ്, ഇത് റെഡി ആവുന്നു, നമ്മൾ വിളമ്പുന്നു. ഇതൊക്കെ അറിയാമോ? എനിക്ക് ഇട്ടിട്ട് നോക്കട്ടെ. ഇട്ടടി ഇട്ടടി നാച്ചുറല്. നീ എണ്ണ പോയെണ്ണ അറിയാമോ? എങ്ങനെ എണ്ണണേ നോക്കട്ടെ. 7 പേരുണ്ട്. പിന്നത്തെ കണക്ക് ക്ലാസ്സില് 7, 8, 9. കണക്ക് പരീക്ഷയ്ക്ക് തോക്കാറുണ്ടോ? പൊട്ടി ഗ്ലാസ് ചൂടുവെള്ളം ഇനി ഓരോരോ ഗ്ലാസ് നമ്മൾ വീട്ടിൽ പൊട്ടുമില്ലേ നോക്കും. എന്താണ് തിളച്ചത് അതുപോലെ എടുത്തോണ്ടൊന്നുണ്ടായിരിക്കും. കുടിക്കും നോക്കട്ടെ. തിളച്ച വെള്ളം ഒരു കൂസലില്ലാതെ കുടിക്കുന്ന ചേച്ചി. ഗൈസ് അടുപ്പിൽ നിന്ന് നേരെ എടുത്തോണ്ട് പച്ചവെള്ളായിപ്പി. എന്തൊക്കെ ഇടും പറ. വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് തന്നെ ഇങ്ങനെ ഇരിക്കും. ഇതങ്ങ് തികഞ്ഞില്ല. ഒത്തിരി മണി 11:05 എന്റെ വയറ്റിനകത്ത് തീ പിടിക്കുന്ന കാപ്പിടിച്ചില്ല എന്ന് നോക്കി ഏണി വെച്ചാൽ വിട്ടാൽ മതി. ഞാൻ അവിടെ കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് കിടക്കണം കൊണ്ടുപോകണമെങ്കിൽ ഓട്ടം നടന്ന് കാപ്പ് പിടിച്ചിട്ട് തിരിഞ്ഞു ഏണി എടുത്തിട്ട് ഏണി വെച്ച് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ വിളിച്ച് പറഞ്ഞിരിക്കും ഒരു ആട്ടോ ആളോ. സമയം 11:30 കാണാമോ? യെസ്, ഇറ്റ്സ് 11:30. അപ്പം ഇന്നത്തെ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് 2 ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒന്ന് ആശിഷണ്ണൻ്റെ കല്യാണം പ്രമാണിച്ച്, ഒന്ന് നീതു ചേച്ചിക്ക് സുഖമില്ലായിരുന്നു. അതെ, ബ്ലോഗിലൊരു വാവയൊക്കെയാണ്. ആ വാവയുടെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. ഈ വർഷം ഞങ്ങൾക്ക് ഇതുവരെ നടന്ന 2 അത്ഭുതമാണ് ഇത്. അതായത് ഒന്ന് കല്യാണവും ഒന്ന് ഈ ഡെലിവറിക്ക് ശേഷം ചേച്ചിക്ക് ചെറിയ അസുഖങ്ങളൊക്കെ കാരണം ഇവൻ വെന്റിലേറ്ററിൽ വരെ അഡ്മിറ്റാക്കി. കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് വല്ലാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി. പിന്നെ വിടുതൽ കിട്ടി. അപ്പോൾ അതും കൂടെ ഓർത്തായിരുന്നു ശരിക്കും ഇന്നത്തെ ഈ പ്രെയർ ഞങ്ങൾ വച്ചത്. അപ്പോൾ അത് ആദ്യം പറയാൻ മറന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുത്തെ കല്യാണത്തിൻ്റെ ഒരു ഇതിലങ്ങായിപ്പോയി. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. വല്യമ്മയുടെ വീട്ടിൽ നിന്ന് വന്നവരും ക്ഷീണിച്ചല്ലേ മുഖം ഇരിക്കും നോക്ക്. അങ്കിളുമാരും എല്ലാവരും പോയി. നമ്മൾ ലാസ്റ്റ് എല്ലാം കഴിച്ച് സുലൈമാനിയൊക്കെ കുടിച്ചു. എത്ര ഐസ്ക്രീം കുടിച്ച ആൽഫ? ഞാൻ അങ്ങനെ കുറച്ച് കുടിച്ചില്ല, 3 കുടിച്ചുള്ളൂ. ഞാൻ 2 കുടിച്ചുള്ളൂ. എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. 2. എന്തായാലും രാവിലെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഉച്ചയ്ക്കും ബാക്കിയെല്ലാം ഇവിടെ തന്നെ കഴിച്ചത്. അപ്പോൾ ഈ കുട്ടിയുടെ ചാനൽ ഞങ്ങൾ ഇവിടെ വയ്ക്കും. ആൽഫ അലീസ്, അതാണ് കുട്ടിയുടെ ചാനലിൻ്റെ പേര്. കിടിലം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വെളിയിൽ കൂടെ അയ്യോ അപ്പം ശരി, അവള് പോയി.
അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുള്ളിക്കാരുടെ ചാനലിലൂടെ ഇവിടെ കൊടുത്തിരിക്കാം. പുള്ളിക്കാരി ഭയങ്കര ഒരു കുക്കാണ്, വലിയ വളർന്നു വരുന്നൊരു കുക്കറാണ് ഞാൻ. കുക്കറാണ്. പ്രസ്റ്റീജിന്റെ അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ 2 ചാനൽ കിട്ടും കേട്ടോ. അതിലൊന്ന് വേണം സബ്സ്ക്രൈബ്, ഒന്ന് മാത്രം ആക്റ്റീവ് ആയിട്ടുള്ള ചാനൽ. അപ്പോൾ എനിവേ, അപ്പം ഇന്നത്തെ വ്ളോഗോടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ബൈ ബൈ.